ഹോ, എന്ത് കിടപ്പാണത്. കണ്ണ് തുറന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ബോധമില്ല. കണ്ണ് തുറന്നിരിക്കുന്നേ ഉള്ളൂ, ബോധം അവിടെ ഒരാൾക്കുമില്ല. BJP സ്ഥാനാർത്ഥിയുടെ ബോധം പോയ ആ ഇരിപ്പ് കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാൻ തോന്നുന്നില്ല. കാരണം ഒരാളുടെ ബോധം പോയുള്ള ആ ഇരിപ്പ് കണ്ട് ആർക്ക് ചിരിക്കാൻ തോന്നും? പക്ഷെ ഒരാൾ ചിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരിക്കില്ല, ഷാഫി പറമ്പിൽ ചിരിക്കില്ല, ശ്രീകണ്ഠൻ ചിരിക്കില്ല. പക്ഷെ ഒരാൾ ചിരിക്കും. ആരാന്നറിയോ? സാക്ഷാൽ സന്ദീപ് വാര്യർ ആ കിടപ്പ് കണ്ടാൽ ചിരിക്കും. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. എന്റെ പൊന്നളിയ UDF പ്രവർത്തകരെക്കാളും ആവേശം സന്ദീപ് വാര്യറിനാണ്. അപ്പൊ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒന്നല്ല, 2 വീഡിയോ ഉണ്ട്. അത് 2 വീഡിയോയും ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്ത് പോകരുത്. അത് നിങ്ങൾ എന്തായാലും കാണണം. മുനിസിപ്പാലിറ്റി BJP വോട്ട് ബാങ്ക് പൊട്ടിച്ചത് സന്ദീപ് വാര്യർക്ക് വ്യക്തമായ റോളുണ്ട്. സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. അതിന്റെ ഒരു ആവേശം സന്ദീപ് വാര്യരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കേട്ടോ. കാരണം ആ ബോധം പോയ കിടപ്പ് കണ്ടാൽ ചിരിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? കാരണം ഈ കിടപ്പ് വല്ലാത്തൊരു കിടപ്പാണ്, ബോധം പോയ കിടപ്പാണ്. അയാളുടെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് ആ ബോധം പോയ കിടപ്പിലേക്ക് പോവാം. ആരിലാണ് കൂടുതൽ പ്രതീക്ഷ? എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ചെറുപ്പക്കാരും അതുപോലെ തന്നെ മധ്യവയസ്കരും എല്ലാ സീനിയർ സിറ്റിസൺസും എല്ലാം ഞങ്ങളുടെ കൂടെയുണ്ട്. കാരണം അകമഴിഞ്ഞ പിന്തുണയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുന്ന സമയത്ത് എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വേറൊരു വീഡിയോ കണ്ടുനോക്കാം. വല്ലാത്തൊരു ചതിയാണ് കേട്ടോ, വല്ലാത്തൊരു കൊടും ചതിയാണ് ആ മനുഷ്യനോട് ചെയ്തത്. BJP-ക്കാര് സംഘികൾ, എന്ത് വലിയ വലിച്ചത് നിങ്ങൾ. ഇത്രക്ക് വലിയ പ്രതീക്ഷ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ, മറ്റേ പാല് സംരക്ഷണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ, ഏതൊക്കെ വാഹന തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ എന്തൊരു ചതിയാണോ ആ മനുഷ്യനെ നിങ്ങൾ ചതിച്ചിട്ട്. ആ മനുഷ്യന്റെ ഇരിപ്പ് കണ്ട സഹിക്കോ? ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ഉണ്ട് അതില്. ഒരനക്കവും ഇല്ല കേട്ടോ, പാവ മനുഷ്യൻ. ഒരനക്കവും ഇല്ല, ഒരനക്കവും ഇല്ലാതെ കിടക്കുക. കഷ്ടം. തല താഴ്ത്തുന്നു, തല പൊക്കുന്നു, തല താഴ്ത്തുന്നു, തല പൊക്കുന്നു. ബാക്കിലുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ എല്ലാവരും നിശ്ചലമാണ്. തെരഞ്ഞെടുപ്പിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വലിയ സോഫ സെറ്റിയും കൂളറും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഓഫീസിൽ അവർ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഭീകരം. ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമാണ്, ഇച്ഛാചികവുമായ ഒന്നാണ്. ഭയങ്കര ഭീകരമാണ് ഈ ദൃശ്യം. തൊട്ടടുത്തുള്ള ഒരാൾ ചിരിക്കുന്നുണ്ട്. ഇനി എങ്ങാനും അയാൾ തോക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഇരിക്കുവാണോ എന്ന് അറിയത്തില്ല. തൊട്ടടുത്തുള്ള ഒരാളുണ്ടല്ലോ ഇരിക്കുന്നുണ്ട്. കാരണം BJP ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആള് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രന് സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല, സുരേന്ദ്രന് ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല, ശോഭാ സുരേന്ദ്രനും അവരല്ലാണ്ട് മറ്റൊരാളും ജയിക്കാനും പാടില്ല. ഇത് വല്ലാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് കേരളത്തിലെ KJP ഒരു തരത്തിലും വളരില്ല. ശോഭക്ക് സുരേന്ദ്രൻ ജയിക്കാൻ പാടില്ല, സുരേന്ദ്രന് ശോഭ ജയിക്കാൻ പാടില്ല, ശോഭക്കും സുരേന്ദ്രനും ഒരാള് ജയിക്കാൻ പാടില്ല. CPM-നും കോൺഗ്രസിനും BJP-യെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ആ കണക്കുകൂട്ടലിൽ തെറ്റി. കാരണം സുരേഷ് ഗോപി തോറ്റു, ലോക്സഭയിൽ തോറ്റു, നിയമസഭയിൽ തോറ്റു. വീണ്ടും തോൽക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് നോട്ട് കൊടുത്തു. ഇനി 8 നിലയിൽ പൊട്ടും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നിന്നാൽ സുരേഷ് ഗോപി തോറ്റിരിക്കും. ഞാൻ ഇപ്പോൾ ഈ നിമിഷം പ്രവചിക്കുന്നു. കാരണം അത്രത്തോളം മോശം ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ BJP-ക്ക് വളരാനാവില്ല. കേരളത്തിൽ BJP-ക്ക് വളരാൻ സാധിക്കില്ല. കാരണം അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി മേഖലയിലെ ക്രിസ്ത്യൻ വോട്ട് എന്തുകൊണ്ട് ഫോളോ ചെയ്യപ്പെട്ടില്ല? മുനമ്പത്തെ വക്കപ്പ വിഷയത്തെ കൃത്യമായി ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനിടയിൽ ഉപയോഗിക്കാൻ BJP ശ്രമിച്ചില്ലേ? സംഘപരിവാർ ശ്രമിച്ചില്ലേ? അതിന്റെ ഭാഗമായിട്ട് പ്രചരണം നടത്തിയില്ലേ? എന്തുപറ്റി? ശ്രീധരൻ കാണിച്ച
പ്രകടനത്തിന്റെ 7 അയലത്തെത്താൻ കൃഷ്ണകുമാറിന് സാധിച്ചില്ല. അതിന് കാരണം എന്താ? കേരള ജനതയുടെ മതതയുടെ അപേക്ഷ എന്നൊരു ചിന്തയുണ്ട്. ആ ചിന്തയെ തോൽപ്പിക്കാൻ, ആ ചിന്തയെ വേട്ടയാടി ഇല്ലാതാക്കാൻ സംഘപരിവാറിന്റെ വിദ്വേഷ ശ്രമങ്ങൾക്ക് വർഗീയ വിദ്വേഷവാദികൾ ക്രിസ്ത്യൻ ജനതയെയോ അതുപോലെ തന്നെ വർഗീയവാദികൾക്ക് മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹങ്ങളെയോ ഒരു തരത്തിലും ഇമ്പാക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അത്രത്തോളം കേരളം മതത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പാലക്കാട്. പാലക്കാടിൽ വിജയിക്കേണ്ടതാണ് BJP. എല്ലാ രംഗവും BJPക്ക് അനുകൂലമാണ്. പക്ഷെ ഷാഫി ഇറങ്ങി, ശ്രീകണ്ഠൻ ഇറങ്ങി, രാഹുൽ ഇറങ്ങി, രാഹുലിനും ഷാഫിക്കും ശ്രീകണ്ഠനിലും കൂട്ടായി സന്ദീപ് ഇറങ്ങി. ഒരിക്കലും തള്ളിക്കളയാനാവില്ല വാര്യരെ. ഒരിക്കലും സന്ദീപ് വാര്യരെ തള്ളിക്കളയാൻ പറ്റാത്തൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റം സന്ദീപിന്റെ പ്രതികാരമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതൊരു വലിയ തിരിച്ചടിയാണ്. രാഷ്ട്രീയമായ തിരിച്ചടിക്കപ്പുറത്ത് ജനവികാരം, പൊതുവികാരം BJPക്കെതിരാണ് ആണെന്ന് പാലക്കാട് എഴുതി കാണിക്കുന്നു. കാരണം അത്രയും ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് രാഹുൽ മാർജിൻ പോകുന്നതെന്നുള്ളത്. പാലക്കാട് പോലെയുള്ള നിയമസഭാ മണ്ഡലത്തിൽ ചുരുങ്ങിയ പക്ഷം 2000-ഓ 3000-ഓ ചെറിയാൽ 5000-ത്തിനോ വിജയിക്കേണ്ട ഒരു മണ്ഡലത്തിൽ കൃത്യമായൊരു മുന്നേറ്റം രാഹുലിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, BJPയുടെ എക്കാലത്തെയും മോശം പ്രസിഡന്റ് സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ കേവലം പണത്തിനപ്പുറത്ത് BJPയെ ഒരു തരത്തിലും വിജയിപ്പിക്കാൻ സാധ്യതയില്ല. കാരണം അയാൾ എത്ര തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല. കാരണം കുറെ നാളായിട്ട് നമ്മൾ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നുണ്ട്. സുരേന്ദ്രൻ ഇവിടെ പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നുണ്ട്. എവിടെയാണ് ജയിച്ചിട്ടുള്ളത്? എവിടെയും ജയിച്ചിട്ടില്ല. പക്ഷെ നല്ല പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെക്കാറുള്ളത്. ഒരു കാര്യം നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചോളൂ, തൃശ്ശൂര് കിട്ടിയത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. ഇനി ഇല്ല, കേരളം പ്രതീക്ഷിക്കേണ്ട, നിങ്ങളോടൊപ്പം നിൽക്കത്തില്ല.